ഈ പൂരവിളംബരം എന്ന ഒരു വലിയ കാഴ്ചയിലേക്കാണ്. ഒരുപക്ഷെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകളിൽ പകൽപൂരം കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഈ നെയ്തിലക്കാവിലമ്മ വന്ന് തെക്കേ ഗോപുരനട തുറക്കുന്ന ആ കാഴ്ചയാണ്. ആ കാഴ്ചയ്ക്കുള്ള കാത്തിരിപ്പിലേക്കാണോ അവിടുത്തെ പൂരനഗരി? തീർച്ചയായും സജിത്ത്, അത് തന്നെയാണ്. വലിയ കാത്തിരിപ്പിലാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തുന്നു. ഈ കഴിഞ്ഞ കുറച്ചു വർഷമായിട്ടാണ് ഇത്രയധികം വലിയ കാത്തിരിപ്പിലേക്ക് ആളുകൾ ഈ ഒരു പൂരവിളംബരം, പ്രത്യേകിച്ച് രാമന്റെ വരവോടുകൂടിയാണ് എന്നൊക്കെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഇവിടെ ഏതാണ്ട് ഈ പറമ്പ് ഏതാണ്ട് നിറഞ്ഞ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ ഇതിനകം തന്നെ സാധാരണ തെക്കോട്ടിറക്കമൊക്കെ നടക്കുന്ന ദിവസത്തെ അതേപോലുള്ള ആളും ആരവവും ഇവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ളിലും എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. സർക്കാർ വലിയ ക്രമീകരണങ്ങൾ നടത്തി കാത്തിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു എനിക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, എങ്ങനെയുണ്ട് ഇത്തവണ പൂരം? വർഷങ്ങളായി നടന്നു വരുന്നതല്ലേ, അത് ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയുടെ വിജയമാണ് പൂരം. ഓരോ വർഷവും മാസങ്ങളോളം ആയിരക്കണക്കിന് ആളുകൾ കഠിനാധ്വാനം ചെയ്യുകയും പൂരത്തിന്റെ അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള കൾച്ചറൽ ഇവന്റ്. അത് വിജയിപ്പിക്കാൻ അസംഖ്യം പേരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ആവശ്യമുള്ളത്. അതൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. ഇത്തവണ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കുറെ കൂടി വിജിലന്റ് ആയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള മീറ്റിംഗ് ഒക്കെ വിളിച്ചു ചേർത്ത് എല്ലാ കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വരുന്നില്ലല്ലോ ഇത്തവണ അങ്ങനെ തീരുമാനം. മുഖ്യമന്ത്രി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമായിട്ട് ബന്ധപ്പെട്ട് പല ജില്ലകളിൽ പരിപാടിയാണ്. പക്ഷെ ദേവസ്വം മിനിസ്റ്റർ ഇന്ന് വൈകുന്നേരം വരും. അദ്ദേഹം 3 ദിവസം ഇവിടെ ഉണ്ടാവും. എങ്ങനെ മിനിസ്റ്ററുടെ ഒരു പൂര ഓർമ്മ എങ്ങനെയാ? ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ വല്ല ഓർമ്മകളുണ്ടോ? പൂരം ഓർമ്മകളൊക്കെ വളരെ കാര്യമായ വിധത്തിൽ തന്നെയുണ്ട്. പ്രധാനമായിട്ടും ഞാൻ ഇവിടെ നഗരത്തിന്റെ മേയറായിരിക്കുമ്പോൾ 5 വർഷക്കാലം പൂരത്തിന്റെ സംഘാടനത്തിൽ കോർപ്പറേഷന് വലിയ പങ്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചത് വലിയൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള ആ ഒരു കഴിവ് വർദ്ധിപ്പിക്കാൻ വലിയ സാധ്യതയാണ് പൂരവുമായി ബന്ധപ്പെട്ടും ഇടപെടുമ്പോൾ നമുക്ക്. വലിയൊരു ഇവന്റ് സംഘടിപ്പിക്കുന്നതിന് ഒരു അനുഭവ പരിചയം വളരെ വലുതാണ് അല്ലെ? അത് വളരെ വലുതാണ്. പക്ഷെ ഓരോ ഈ പൂരവുമായി ബന്ധപ്പെട്ട ഓരോ ഏജൻസികളുടെയും ചുമതല കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു രീതിയുണ്ട്. അതനുസരിച്ച് അവരവരുടെ മേൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകൾ അവരവര് നിർവഹിക്കുക. ഇപ്പോ കോർപ്പറേഷൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ്, KSEB, കേരള വാട്ടർ അതോറിറ്റി, പാറമേക്കാവ് ദേവസ്വം, തിരുവമ്പാടി ദേവസ്വം, എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ട ചുമതലകളുണ്ട് ഇത് വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചു പോയാൽ യാതൊരു പ്രശ്നവുമില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ ഒന്നും കൈവിട്ട് അങ്ങനെ അവരുടെ കൈ പോവില്ല. സർക്കാരിന്റെ നേരിട്ട് കയ്യിലുണ്ടാവും ഇത്തവണത്തെ പൂരം. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പായിരുന്ന കാരണം ആ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളനുസരിച്ച് മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കാൻ ഞങ്ങൾക്ക് ആവുമായിരുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിലാണ് മുഴുവനായിട്ടും കൈകാര്യം ചെയ്യപ്പെട്ടത്. എപ്പോഴും പോലീസും പൂരപ്രേമികളും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാ കൊല്ലവും. അത് ഇടപെട്ട് പരിഹരിക്കുക ജനപ്രതിനിധികളാണ്. സമവായം ഉണ്ടാക്കി അനുരഞ്ജനം ഉണ്ടാക്കി മുന്നോട്ട് പോവുക. കഴിഞ്ഞ വർഷം അത് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രശ്നം ലേശം ഇതായിപ്പോയത്. പക്ഷെ എങ്കിലും എല്ലാ ചടങ്ങുകളും പൂർത്തീകരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ വർഷവും. പക്ഷെ ഈ വർഷം ഒരപസ്വരവുമില്ലാതെ നന്നായിട്ട് നടത്തണം എന്ന് കരുതി തന്നെയാണ് നേരത്തെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ആശങ്കകളൊക്കെ അകറ്റാവുന്ന വിധത്തിലുള്ള എല്ലാ തീരുമാനങ്ങളും കൂട്ടായി എടുത്തു. അങ്ങനെ വളരെ നല്ല നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനോടെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടോ? ആനകളോടോ മേളത്തോടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക വ്യക്തിപരമായ ഇഷ്ടങ്ങളുണ്ടോ? സ്വാഭാവികമായി ഞാനൊരു കലാകാരിയാണ്. അതുകൊണ്ട് മേളം ആണ് എനിക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഇത്തരം മേളത്തിന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. മേളം ഇഷ്ടമാണ്, ആനകളെ ഇഷ്ടമാണ്, പേടിയുണ്ട്. അതിന്റെ അടുത്തേക്ക് പോയി അങ്ങനെയുള്ള ഇതിനൊന്നും നിൽക്കാറില്ല. അത്ര അടുത്തേക്ക് പോവാറില്ല ആനകളുടെ. പക്ഷെ ഇപ്പൊക്കെ പോണ്ട്. അതുപോലെ മേയറായിരിക്കുമ്പോഴും പോയിരുന്നു. അതല്ലെങ്കിൽ ഞാനങ്ങനെ ആനയുടെ തൊട്ടടുത്തൊന്നും പോയി നിൽക്കാറില്ല. ഏതെങ്കിലും മേള കലാകാരന്മാർ ഗംഭീരാണ് അങ്ങനെയൊക്കെ ഡീപ്പായിട്ട് പോവാറുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാ മേള കലാകാരന്മാരുമായിട്ട് നമ്മൾ നല്ല ബന്ധമാണ്. അപ്പൊ ഒരാളുടെ പേര് മാത്രം പരാമർശിക്കുന്നില്ല. മന്ത്രി എന്നുള്ള നിലയിൽ തീർത്തും പറയാൻ പറ്റില്ല. അതെ.
അവരൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്. മട്ടന്നൂരായാലും പെരുവാനായാലും അവരൊക്കെ ഏറ്റവും നല്ല സൗഹൃദം നമ്മളായിട്ടുള്ളവരാണ്. എന്തായാലും ഗംഭീരാവും പൂരം. അതെ, ഗംഭീരാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതാണ് മന്ത്രി ആർ ബിന്ദു അത് സ്വന്തം പൂര ഓർമ്മകൾ കൂടി പങ്കുവെക്കുകയാണ് മിനിസ്റ്റർ ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തവണ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ വിലയിരുത്തിയ പോലെ തന്നെയാണ്. ഒരു കാരണവശാലും കാര്യങ്ങൾ കൈവിട്ട് പോകുക എന്നൊരു ചിന്ത അവരുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളാണ് പലപ്പോഴും പല കാര്യങ്ങളും ഇടപെട്ട് മുന്നോട്ട് പോകുന്നത്. മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാർ കൂടി എത്തുന്നുണ്ട്. സുനിലേട്ടാ, കുറെ കൃഷിയൊക്കെ കാണുന്നുണ്ടല്ലോ ഗംഭീരമായിട്ട്. കൃഷിയുണ്ട്, അത് നമ്മളെല്ലാ കാലത്തും നടത്തണല്ലേ. ഇതവണ നമ്മുടെ തണ്ണിമത്തൻ കുറെ വീഡിയോ ഒക്കെ വൈറലാവുന്നുണ്ട്. തണ്ണിമത്തനൊക്കെ അത് തണ്ണിമത്തൻ കൃഷി ഗംഭീര കൃഷിയായിരുന്നു പ്രാവശ്യം. അപ്പൊ അത് നമ്മൾ സാധാരണ നമ്മുടെ അവിടെ കുറവാണല്ലോ. അപ്പൊ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത പരിപാടിയായിരുന്നു. അത് ഗംഭീരമായി. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. 60-70 ടണ്ണോളം തണ്ണിമത്തൻ ഞങ്ങൾ ഉത്പാദിപ്പിച്ചു. ഈ പൂരത്തിന് കൊണ്ടു കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. ഞങ്ങളുടെ തണ്ണിമത്തൻ പൂരത്തിന് കഴിഞ്ഞില്ലല്ലേ, അത് തീർന്നിട്ടില്ല. ഇല്ല, തീർന്നില്ല. എങ്ങനെയാണ് ഇത്തവണ ഒരു പൂരം? കഴിഞ്ഞ തവണ ഒരുപാട് തീയില പ്രശ്നങ്ങളൊന്നും ഇത്തവണ ഇല്ല. ഇത്തവണ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഗംഭീരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞാല് അതൊരു 1.5 വെടിക്കെട്ടായിരുന്നു. ശരിക്കും സാമ്പിൾ എങ്ങനെയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ എങ്ങനെയാവുന്ന ആലോചിച്ചാൽ മാത്രം മതി. സാമ്പിൾ എങ്ങനെയാന്ന് വെച്ചാല് പിന്നെ ഒറിജിനൽ വെടിക്കെട്ട് എന്താവും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വെടിക്കെട്ട് സത്യം പറഞ്ഞാൽ സാമ്പിൾ വെടിക്കെട്ട് കണ്ടപ്പോ നമ്മൾ 2016 മുമ്പത്തെ കാലത്തേക്ക് ഓർമ്മയ്ക്ക് പോയി. പുറ്റിങ്ങൽ വെടിക്കെട്ടിന് മുമ്പുണ്ടായിരുന്ന ഒരു പഴയ പ്രതാപത്തിലേക്കുള്ള വെടിക്കെട്ട് ഇന്നലെ പടച്ചു. അത് ഗംഭീരായി. എനിക്ക് തോന്നുന്നത് ഈ നാളത്തെ വെടിക്കെട്ട് അതിഗംഭീര വെടിക്കെട്ടായിരിക്കും. ഇന്നലെ എല്ലാം കൊണ്ടും ഗംഭീര സാമ്പിൾ അവർ കാണിച്ചു. അത് നമ്മുടെ ഈ മേളം പെരുക്കം പോലെ തന്നെയാ. അത് പതികാലത്തിൽ കൊട്ടി ഇങ്ങനെ മേളം കലാശക്കൊട്ട് കൊട്ടല്ലോ. ഈ നമ്മുടെ ഈ വെടിക്കെട്ടിൽ അത് കാണാൻ പറ്റും. ഇന്നലെ അത് ഗംഭീരായിരുന്നു. ശരിക്കും വെടിക്കെട്ടിനോടാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയുണ്ടോ? എനിക്ക് വെടിക്കെട്ട് ഇഷ്ടമാണ്. വെടിക്കെട്ടില്ലെങ്കിൽ പൂരമില്ലല്ലോ. അതിനേക്കാളും ഇഷ്ടം മേളാണ്. അതില് പ്രത്യേകിച്ച് നമ്മുടെ മഠത്തിൽ വരവിലെ പഞ്ചവാദ്യം, ഇവിടുത്തെ എലിഞ്ഞിത്ര മേളവും, പിന്നെ ചെമ്പട അധികം നമുക്ക് നിന്ന് കാണാൻ പറ്റാറില്ല. കാരണം അത് ഉച്ചയ്ക്ക് 12 മണി നേരത്താണ്. ആ സമയത്ത് ഈ 2 പരിപാടി മറ്റേ ഇവിടുത്തെ മഠത്തിൽ വരവ് കാണേണ്ടി വരുന്നുണ്ട് അധികം. എന്നാലും ഈ 3 മേളങ്ങളും കേരളത്തിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ ഒരു സിംഫണിയാണ്. നിങ്ങൾക്ക് ഈ തൃശ്ശൂരുകാരെന്ന് പറയുമ്പോൾ ഇതിൽ ഈ നാട് മുഴുവൻ ഇതിങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷവും വികാരമൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ നാട്ടിലെ ഇപ്പൊ ഈ തെക്കോട്ട് വാതിൽ തുറക്കണ പരിപാടിയില്ലേ, ഒരു 15 കൊല്ലം മുമ്പ് ഒരാളും ഇതിന് വരാറില്ല. സത്യത്തിൽ ഈ തെക്കേ നട തുറക്കുന്ന പരിപാടി ഇത്രയും ഗംഭീരമായി തുടങ്ങിയത്, ആള് വരാൻ തുടങ്ങിയത് ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ നട തുറക്കാൻ തുടങ്ങിയപ്പോഴാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന് ഇവിടുത്തെ മമ്മൂട്ടിക്കുള്ളേക്കാൾ കൂടുതൽ ഫാൻസ് ഉള്ള സ്ഥലമാണ് തൃശ്ശൂരിൽ. എല്ലാവരും അതാ പറയുന്നത്. ഞാനതാ അത്ഭുതപ്പെടുന്നത്. ഒരാൾക്ക് വ്യത്യസ്ത അഭിപ്രായമല്ലേ ഈ മമ്മൂട്ടിന് മോഹൻലാൽ അവിടെ കൊണ്ട് നിർത്തുക, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അവിടെ കൊണ്ട് നിർത്തുക. ആൾക്കാർ മുഴുവൻ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ അടുത്ത് നിൽക്കും. മാതിരി വികാരമാണ്. ആജാതി വികാരമാണ് ഇവിടെ. എന്താ അതിന്റെ രഹസ്യം? ആനകളുടെ സൗന്ദര്യം, ആനകളുടെ അതിനൊക്കെ ഭയങ്കര വികാരമാണ് ജനങ്ങൾക്ക്. ആനകളും ഇവിടെ ഗുരുവായൂർ കേശവനെ പറ്റി സിനിമ ഇറങ്ങിയിട്ടുണ്ട് പണ്ട്. ഗുരുവായൂർ കേശവനെ പറ്റി സിനിമ പണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പഴയ പല ആനകളെ പറ്റിയുള്ള കവിതകളും പാട്ടുകളും ഒക്കെ ഇറങ്ങിയിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. അവിടെ തൃശ്ശൂർക്കാർക്ക് പൂരത്തിനേക്കാൾ ഉപരി പൂരത്തിലാണ് ഇവരൊക്കെ ആനകൾ ആരാണെന്നും കൂടി നോക്കുക ആളുകൾ. ഇപ്പൊ പ്രധാനപ്പെട്ട ആന വരുന്ന ഒരു പൂരാണെങ്കിൽ ആളുകൾ ആ പൂരം കാണാൻ കൂടുതലായിട്ട് പോകും. വെറുതെ ആനയുടെ മുമ്പിലേക്ക് നിൽക്കുക, തന്നെ ആനനെ കാണാൻ. മറ്റുകാർക്കൊക്കെ വലിയ ഇതായിരിക്കും അല്ലേ, പ്രധാനപ്പെട്ട ആനയെ തന്നെ കൊണ്ടുവരണമെന്നുള്ള. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കിട്ടണമെങ്കിൽ ഏക്കം കൊടുക്കേണ്ടി ഒരു 10 ലക്ഷം 12 ലക്ഷം കൊടുത്ത് ആനകളെ ലേലം വിളിച്ചെടുത്ത അനുഭവം വരെ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ അത്രയും പൈസ കൊടുത്തിട്ടാണെങ്കിലും അവരെ പ്രസ്റ്റീജ് ആനനെ കൊണ്ടുവരിക എന്നുള്ളത് ഇവിടുത്തെ തൃശ്ശൂർക്കാരുടെ ഒരു ഭയങ്കര ഒരു വികാരമാണ്. അതിന് കാരണം എന്താ വെച്ചാല് അത് എന്താന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആന, ഞാനന്ന് ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ വരവ് തുറക്കുന്നതിന് നിരോധനം ഉണ്ടായ സമയത്ത് അതിനുവേണ്ടി മന്ത്രിസഭ പോലെ ഇടപെട്ടപ്പോ അന്ന് CM-ഉം തോമസ് ഐസക് എന്നോട് ചോദിച്ചു, ഇതെന്താ ഇത്ര തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ, ഇത് ആരെന്ത് ചങ്ങാതി ഇത്? ഞാൻ പറഞ്ഞു, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇങ്ങനെ ഒരു സംഗതിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫോറസ്റ്റിനെ കൊണ്ട് അന്ന് തീരുമാനം എടുപ്പിച്ച് പ്രത്യേക അനുമതി മേടിച്ചിട്ടാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കൊണ്ട് നട ഉറപ്പിച്ചത്. അന്ന് 2018-19
അപ്പൊ അന്ന് ആന ഓണേഴ്സ് അസോസിയേഷൻ എനിക്ക് അവിടെ സ്വീകരണമൊക്കെ തന്നു ഇവിടെ. കാരണം അത്രമാത്രം അന്ന് ഇതിന്റെ ഇരട്ടിയിലധികം ആൾക്കാര് അന്നാണ് ഇവിടെ ബാരിക്കേഡ് കെട്ടാനൊക്കെ തുടങ്ങിയത്. ആന വരുന്ന ഈ നട തുറക്കുമ്പോൾ ബാരിക്കേഡ് കെട്ടേണ്ടി വന്നു. അത്രയധികം ആളുകൾ. ഇപ്പോ ശിവകുമാർ വരുന്നത് ഭഗവതിയാണെങ്കിലും പ്രാധാന്യം ഭഗവതിക്കാണ്, നെയ്തലക്കാവ് ഭഗവതിക്കാണ് നമ്മുടെ ചടങ്ങിലതിൽ പ്രാധാന്യം എന്നുണ്ടെങ്കിലും അത് പിന്നെ തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെ പുറത്ത് വരുമ്പോഴും അല്ലെങ്കിൽ ശിവകുമാറിന്റെ പുറത്ത് വരുമ്പോഴും അതിന്റെ ഒരു ഭംഗി, ആന വന്നിട്ട് ആ തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തുമ്പോണ്ടാവുന്ന ഒരു രസമുണ്ടല്ലോ, അതൊക്കെ കാണുക. അതിൽ നമ്മളൊരു വിഷ്വൽ നമ്മുടെ മനസ്സിൽ ഇപ്പൊ പൂരം എന്ന് പറഞ്ഞൊരു കാഴ്ചയാണല്ലോ, ആ കാഴ്ചകളുടെ ഒരു സൗന്ദര്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാത്ത വികാരമാണ് മനുഷ്യര് അനുഭവിക്കുകയാണല്ലേ പൂരം. ആനകളതിന്റെ മേത്ത് മുഴുവൻ ആനയുടെ ഷർട്ടാണ് ഇതൊക്കെ കണ്ടല്ലേ? അതാ ഞാൻ കണ്ട് ശ്രദ്ധിച്ച്. അപ്പൊ ഇതിനോട് സ്പെഷ്യൽ അടിച്ചായിരിക്കും അല്ലേ? വെറുതെ പൂരമൊക്കെ അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ സുനിലേട്ടൻ അതാണ് പറയുന്നത്. വളരെ കാര്യമായി തന്നെ പറയുകയാണ് ഈ എന്താണ് ആനയുടെ വികാരം. അത് നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മതി വരില്ല. അത്രത്തോളം ആവേശവും ആരവവും അനുഭവങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ മനുഷ്യരെല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതാ നോക്കൂ, ഇവിടെ നേരത്തെ നമ്മൾ കാണിച്ചതാണ്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. നമുക്ക് കൂടുതൽ ആളുകൾ ഇവിടേക്ക് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് വൈകാതെ ഈ തെക്കേ ഗോപുര നട തുറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സജിത്ത്.